ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത് പാലസ്. നമ്മുടെ പാലസ് റോഡിൽ തന്നെ. ഉദ്ഘാടനം ഏപ്രിൽ 17-ന് മലയാളത്തിന്റെ താരരാജകുമാരൻ ദുൽഖർ സൽമാൻ നിർവഹിക്കുന്നു. വിവാഹോത്സവം ഇനി ഷോപ്പിംഗ് സന്തോഷങ്ങൾക്ക് ഇരട്ടി മധുരമേകൂ വിവാഹോത്സവത്തിനൊപ്പം. ശബരിമല വിഷയത്തിൽ വിധി നടപ്പാക്കാൻ കേരള സർക്കാർ തിടുക്കം കാണിച്ചതായി ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് ഭരണഘടനാ സംരക്ഷണം നൽകുമെന്നും അമിത്ഷാ. കേരളത്തിൽ കോലീബി സഖ്യത്തിൽ മുഖ്യ വക്താക്കളായി രാഹുൽ ഗാന്ധിയും മോദിയും മാറിയതായി LDF കൺവീനർ A. വിജയരാഘവൻ. LDF-നെ ദുർബലപ്പെടുത്താൻ ബി.ജെ.പിയും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കിയതായും വിജയരാഘവൻ. പതിനഞ്ച് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ രക്ഷിക്കാൻ വഴിയൊരുക്കി നാട്. മംഗലാപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 400 കിലോമീറ്റർ പിന്നിട്ടത് 5.5 മണിക്കൂറിൽ. ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. ഇരിങ്ങാലക്കുടയിൽ അമ്മയെ മകൻ തീവച്ച് കൊലപ്പെടുത്താൻ ശ്രമം. മകൻ വിഷ്ണു പോലീസ് കസ്റ്റഡിയിൽ. വടക്കേപ്പുള്ളിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. പുള്ള് പാണപ്പറമ്പിൽ സോഹൻലാലാണ് മരിച്ചത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനിൽ UDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് വലിപ്പക്കുറവെന്ന് ആക്ഷേപം. UDF നേതൃത്വം കളക്ടർക്ക് പരാതി നൽകി. LDF-നെ കടന്നാക്രമിച്ച് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. പിണറായി സർക്കാരിന് ഭരണത്തിൽ തുടരാൻ ധാർമ്മിക അവകാശമില്ലെന്നും ശബരിമല ആചാര സംരക്ഷണത്തിന് ബി.ജെ.പി. പ്രാമുഖ്യം നൽകുമെന്നും അമിത്ഷാ. തൃശൂരിൽ BJP സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. പ്രളയത്തിന് സർക്കാരാണ് ഉത്തരവാദിയെന്നാണ് അമിക്കസ് ക്യൂറി കണ്ടെത്തിയിട്ടുള്ളത്. പ്രളയത്തിൽ കേന്ദ്ര ഫണ്ട് ഫലപ്രദമായി ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് റിപ്പോർട്ടിലുണ്ട്. പിണറായി സർക്കാരിന് ഭരണം തുടരാൻ ധാർമ്മികമായി യാതൊരു അവകാശവുമില്ല. സർക്കാർ സംരക്ഷണത്തോടെ അക്രമ രാഷ്ട്രീയമാണ് CPM നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ് ഏറ്റവുമധികം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുള്ളത്. BJP RSS പ്രവർത്തകരാണ് CPM-ന്റെ കൊലക്കത്തിക്കിരയാകുന്നത്. സുപ്രീം കോടതി വിധിയുടെ മറവിൽ ശബരിമലയെയും വിശ്വാസികളെയും കടന്നാക്രമിക്കുകയാണ് സർക്കാർ ചെയ്തത്. BJP പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് സർക്കാർ പ്രതിക്കൂട്ടിലാക്കുകയായിരുന്നു. ശബരിമലയിലെ വിശ്വാസ ആചാര സംരക്ഷണം BJP ഉറപ്പാക്കും. ഇത് BJP-യുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭീകരവാദികളുമായി ചങ്ങാത്തം കൂടുന്ന പാർട്ടിയാണ് രാഹുലിൻ്റേത്. ലോകം മുഴുവൻ തകർന്നടിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേരളത്തിലും നാമാവശേഷമാകും. വിഴിഞ്ഞം, ദേശീയപാത, റെയിൽവേ വികസനം, കൊച്ചിൻ സ്മാർട്ട് സിറ്റി, LPG കണക്ഷൻ എന്നിങ്ങനെ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയ വികസന പദ്ധതികൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു അമിത്ഷായുടെ പ്രസംഗം. BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് അധ്യക്ഷത വഹിച്ചു. BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, BJP നേതാക്കളായ V. മുരളീധരൻ, MT രമേശ്, KP ശ്രീശൻ, B. ഗോപാലകൃഷ്ണൻ, MS സമ്പൂർണ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. അമിത്ഷായെ താമരമാല അണിയിച്ചാണ് ചടങ്ങിലേക്ക് ആനയിച്ചത്. TCV തൃശൂർ. കേരളത്തിൽ കോലീബി സഖ്യത്തിൽ മുഖ്യ വക്താക്കളായി രാഹുൽ ഗാന്ധിയും മോദിയും മാറിയതായി LDF കൺവീനർ A. വിജയരാഘവൻ. തൃശൂർ പ്രസ് ക്ലബിൽ രാഷ്ട്രീയം പറയാമെന്ന തെരഞ്ഞെടുപ്പ് സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ഗാന്ധിക്ക് ഉത്തർപ്രദേശിൽ നിന്ന് വയനാട്ടിലേക്ക് പോരേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ തന്നെ കോൺഗ്രസിന്റെ തകർച്ചയുടെ ആഴം വ്യക്തമാണ്. ഇന്ത്യ മുഴുവൻ അത് പ്രചരിപ്പിക്കുക. അതുകൊണ്ടാണ് അമിത്ഷായുടെ പാകിസ്ഥാൻ പ്രസ്താവന വരാനിടയായത്. വലുതോതിൽ BJP-ക്ക് പ്രചരണായുധം സമ്മാനിക്കുകയാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ തൻ്റെ പലായനം വഴി ഇവിടെ പൂർത്തീകരിച്ചത്. രാഷ്ട്രീയ നൈരൂപീകരണത്തിലാവട്ടെ കോൺഗ്രസിൻ്റെ മൃദുഹിന്ദുത്വം ഈ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വളരെ സഹായകരമായ ഒരു കാര്യമാണ്. മൃദുഹിന്ദുത്വത്തിൻ്റെ പ്രതീകങ്ങളാവാനാണ് കോൺഗ്രസ് പരിശ്രമിച്ചത്. LDF-നെ ദുർബലപ്പെടുത്താൻ BJP-യും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിരിക്കുകയാണ്. മൃദുഹിന്ദുത്വ സമീപനം പുലർത്തുന്ന കോൺഗ്രസ് SDPI, ജമാഅത്ത് ഇസ്ലാമി എന്നീ ന്യൂനപക്ഷ വർഗീയ പ്രസ്ഥാനങ്ങളുമായും കൂട്ടിച്ചേരുകയാണ്. ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന മുദ്രാവാക്യമാണ് കോൺഗ്രസും BJP-യും ഒരുപോലെ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രീപോൾ സർവകൾ എന്ന പേരിൽ മാധ്യമങ്ങളെ കൂട്ടിപ്പിടിച്ചുള്ള UDF അനുകൂല പ്രചാരവേലകൾ നടന്നുവരുന്നുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് BJP-ക്ക് പ്രചാരണായുധം നൽകുന്ന നടപടിയാണ്. ദേശീയാടിസ്ഥാനത്തിൽ BJP-ക്കെതിരെ മുന്നണിയുണ്ടാക്കുന്നതിനു പകരം പ്രാദേശിക സഖ്യങ്ങൾ രൂപീകരിക്കുകയാണ് CPM ചെയ്യുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും വ്യത്യസ്ത നിലപാടുകൾക്ക് പിന്നിൽ BJP സർക്കാർ കേന്ദ്രത്തിൽ വരരുതെന്ന തീരുമാനമാണ്.
സംസ്ഥാന സർക്കാരിന്റെ ജനോപകാര നടപടികൾ തെരഞ്ഞെടുപ്പിൽ LDFന് ഗുണം ചെയ്യും. ആലത്തൂർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ നടത്തിയ രാഷ്ട്രീയ പ്രസംഗത്തിലെ വാക്കും വരികളും അടർത്തിയെടുത്ത് വിവാദമാക്കുകയായിരുന്നു. അതിലെ ഏതെങ്കിലും ഒരു വാചകം എടുത്തിട്ട് തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിലൊന്നും തകരാറില്ല. അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കും എന്നിപ്പോൾ കരുതേണ്ട കാര്യമില്ല. പിന്നെ അതിൽ നിന്ന് സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ആളുകൾ തങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാകും. ഇതെന്ന് മാത്രമല്ല, ഏതൊന്നായാലും തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ പറ്റുമെന്ന് പരിശ്രമിക്കുക എന്നുള്ളത് അവരുടെ ഒരു ജോലിയുണ്ട്. അതിൽ തെറ്റില്ലല്ലോ. അത് നടക്കും. ഇതിൽ ഖേദം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. വിവാദം എതിർ സ്ഥാനാർത്ഥി മുതലെടുക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണെന്നും വിജയരാഘവൻ പറഞ്ഞു. പ്രസ് ക്ലബ് ഭാരവാഹികളായ കെ പ്രഭാത്, റസിയ, സക്കീർ ഹുസൈൻ എന്നിവരും സംവാദത്തിൽ സന്നിഹിതരായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. മംഗലാപുരത്ത് നിന്നും ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് അതിവേഗ ദൗത്യവുമായി ആംബുലൻസ് യാത്ര. രാവിലെ 11:15ഓടെയാണ് മംഗലാപുരത്ത് നിന്നും ആംബുലൻസ് പുറപ്പെട്ടത്. കാസർഗോഡ് സ്വദേശികളായ സാനിയ മിത്താഹ് ദമ്പതികളുടെ 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ആംബുലൻസിൽ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലേക്ക് എത്രയും വേഗത്തിൽ കുഞ്ഞിനെ എത്തിക്കുകയെന്ന ശ്രമകരമായ ദൗത്യമാണ് ഇവർ ഏറ്റെടുത്തത്. 620 കിലോമീറ്റർ ദൂരം 10 മണിക്കൂർ കൊണ്ട് എത്തിക്കുവാനുള്ള യാത്രയ്ക്ക് സഹായകരമായി റോഡ് ക്രമീകരിക്കാൻ സമൂഹം ഒന്നിച്ചു നിന്നു. പിന്നീട് സർക്കാർ നിർദ്ദേശപ്രകാരം ചികിത്സ കൊച്ചി അമൃത ആശുപത്രിയിൽ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. കൃത്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കും. ആംബുലൻസ് കടന്നുപോയയിടങ്ങളിൽ പോലീസും പ്രദേശവാസികളും വഴിയൊരുക്കി. ഉച്ചയ്ക്ക് 3:10ഓടെയാണ് ആംബുലൻസ് കുന്നംകുളം വഴി കടന്നുപോയത്. പാലിയേക്കര ടോൾ പ്ലാസയിലും ആംബുലൻസ് കടന്നുപോകാൻ പ്രത്യേക പാത സജ്ജമാക്കിയിരുന്നു. ആംബുലൻസിന് കിഴക്കേക്കോട്ട മുതൽ പുതുക്കാട് വരെ CN ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ICU ആംബുലൻസ് എസ്കോർട്ട് ഒരുക്കി. മംഗലാപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 5.5 മണിക്കൂർ കൊണ്ടാണ് ആംബുലൻസ് ഓടിയെത്തിയത്. കുഞ്ഞിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഇരിങ്ങാലക്കുടയിൽ അമ്മയെ മകൻ തീവെച്ച് കൊലപ്പെടുത്താൻ ശ്രമം. തിങ്കളാഴ്ചയാണ് കൊലപാതക ശ്രമം നടന്നത്. കുടുംബവഴക്കിനെ തുടർന്ന് വെസ്റ്റ് കോമ്പാറ സ്വദേശിനി ലീലയെ മകൻ വിഷ്ണു മണ്ണെണ്ണയൊഴിച്ച് തീ കൊടുത്തുകയായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ ലീലയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ലീലയുടെ ശരീരത്തിൽ 50% പൊള്ളലേറ്റിട്ടുണ്ട്. വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വടക്കേപ്പുള്ളിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ മധ്യവയസ്കൻ മുങ്ങിമരിച്ചു. പുള്ള് പാണപ്പറമ്പിൽ ബാലകൃഷ്ണന്റെ മകൻ 58 വയസ്സുള്ള സോഹൻലാലാണ് മരിച്ചത്. മണ്ണുംകുഴി കോൾപ്പാടത്തുള്ള കുളത്തിൽ കുളിക്കാൻ പോയതായിരുന്നു. നാട്ടികയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. കുളത്തിനടിയിലെ മണ്ണിൽ പൂണ്ട നിലയിലായിരുന്നു മൃതദേഹം. അന്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ UDF സ്ഥാനാർത്ഥിയുടെ കൈപ്പത്തി ചിഹ്നത്തിന് വലിപ്പക്കുറവ് എന്നാരോപിച്ച് UDF പ്രതിഷേധം. ജില്ലാ കോൺഗ്രസ് നേതൃത്വം കളക്ടർക്ക് പരാതി നൽകി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രത്തിൽ ഉല്ലൂർ നിയോജക മണ്ഡലത്തിലേക്കുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സ്ഥാനാർത്ഥി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കുമ്പോഴാണ് കൈപ്പത്തി ചിഹ്നത്തിന്റെ വലിപ്പക്കുറവ് ശ്രദ്ധയിൽപ്പെട്ടത്. മറ്റ് സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൈപ്പത്തിക്ക് വലിപ്പക്കുറവ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ UDF നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധിച്ചു. ബാലറ്റ് പേപ്പറിൽ വരേണ്ട ചിഹ്നങ്ങൾ ഞങ്ങളിപ്പോൾ പരിശോധിച്ചപ്പോൾ കൈ ചെറുതായി കാണുന്നു. അതിൽ ഞങ്ങൾക്ക് പരാതിയുണ്ട്. ആ പരാതി ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. കളക്ടർ ഹാൻഡ്ബുക്കുമായി പരിശോധിച്ചതിന് ശേഷം മറുപടി പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റ് ചിഹ്നങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ കൈപ്പത്തി ചെറുതാണ്, പ്രത്യക്ഷത്തിൽ ചെറുതായി കാണും. തുടർന്ന് UDF ഉല്ലൂർ നിയോജകമണ്ഡലം കൺവീനർ MA അസീസ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്കും മുഖ്യ വരണാധികാരിയായ ജില്ലാ കളക്ടർക്കും പരാതി നൽകി. പരാതിക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഹാൻഡ്ബുക്കുമായി ഒത്തുനോക്കി പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്ന് കളക്ടർ പറഞ്ഞതായും അതുവരെ തങ്ങളുടെ പരാതി നിലനിൽക്കുമെന്നും UDF ചീഫ് ഇലക്ഷൻ ഏജന്റ് O അബ്ദുറഹ്മാൻ കുട്ടി പറഞ്ഞു. TCV തൃശൂർ. സൂര്യാതപ മുന്നറിയിപ്പ് തുടരുന്നു. തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരുവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പൊതുജനങ്ങൾ 11 മണി മുതൽ 3 മണി വരെയെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. നിർജ്ജലീകരണം തടയാൻ വെള്ളം ധാരാളം കുടിക്കണം. അവധിക്കാലമായതിനാൽ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ, മറ്റ് രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ എന്നിവർ പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. താപനില ക്രമാതീതമായി ഉയരുന്നതിനാൽ തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത മുൻനിർത്തി തൊഴിൽ സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷണർ ഉത്തരവിട്ടിട്ടുണ്ട്. തൊഴിൽദാതാക്കൾ ഈ നിർദ്ദേശം പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തകർ വേണ്ട ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ചൂണ്ടൽ പയ്യൂർ സൂര്യഗ്രാമത്തിൽ സൂര്യാഘാതത്തെ തുടർന്ന് പശു ചത്തു.
നെടിയടത്ത് ശ്രീനിവാസന്റെ വീട്ടിലെ പശുവാണ് തളർന്നു വീണ് ചത്തത്. സൂര്യഗ്രാമത്തിലെ മേക്കാട്ടുകുളത്തിനോട് ചേർന്നുള്ള പാടശേഖരത്തിൽ തീറ്റിക്കാൻ കൊണ്ടുപോയപ്പോഴായിരുന്നു പശുവിന് സൂര്യാഘാതമേറ്റത്. ചൂണ്ടൽ പഞ്ചായത്ത് വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി ഡോക്ടർ സ്പെൻസർ ഫ്രാൻസിസ് നടത്തിയ പരിശോധനയിലാണ് പശുവിന് സൂര്യാഘാതമേറ്റതായി സ്ഥിരീകരിച്ചത്. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകളിലേക്ക്. ഏങ്ങണ്ടിയൂർ ഏത്തായിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു. തൃത്തല്ലൂർ ഏഴാംകുല്ല സ്വദേശി മാളുത്തറ വീട്ടിൽ സിദ്ധാർത്ഥൻ മകൻ 28 വയസ്സുള്ള രമേശാണ് മരിച്ചത്. ഏത്തായി സെന്ററിൽ കഴിഞ്ഞ 8-നായിരുന്നു അപകടം. രമേശ് സഞ്ചരിച്ച ബൈക്കും എതിരെ വന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകട സമയത്ത് ഒപ്പമുണ്ടായിരുന്ന തൃത്തല്ലൂർ ഏഴാംകുല്ല സ്വദേശി കല്ലയിൽ വിപിൻ പരിക്കുകളോടെ ഇപ്പോഴും ചികിത്സയിലാണ്. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ ബസ്സിടിച്ച് യാത്രക്കാരിക്ക് പരിക്ക്. നമ്പീശൻപടി വെള്ളറ വീട്ടിൽ ലൂസി കുര്യാക്കോസിനാണ് പരിക്കേറ്റത്. സ്റ്റാൻഡിലേക്ക് കയറുന്ന വഴിയിലെ സീബ്ര ക്രോസിലൂടെ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ലൂസിയെ ബസ്സിടിക്കുകയായിരുന്നു. കാൽ ടയറിനടിയിൽപ്പെട്ട് ചതഞ്ഞു. നഗരത്തിലെ പുതിയ ഗതാഗത പരിഷ്കാരത്തെ തുടർന്ന് സീബ്ര ലൈനിലൂടെയാണ് ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നത്. പരിക്കേറ്റ ലൂസിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ 370 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് തൃശൂർ സർക്കിൾ എക്സൈസ് സംഘം കഞ്ചാവ് പിടികൂടിയത്. ചാക്കുകളിൽ പാഴ്സലായി അയച്ച കഞ്ചാവ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്. 312 കിലോ കഞ്ചാവ് നുറുക്ക് രൂപത്തിലും 58 കിലോ കഞ്ചാവ് പൊടി രൂപത്തിലുമാണ് ചാക്കുകളിൽ നിറച്ച് പാക്ക് ചെയ്തിരുന്നത്. പാറ്റ്നയിൽ നിന്ന് പാഴ്സലായി അയച്ചതാണ് കഞ്ചാവ് ചാക്കുകൾ. അന്വേഷണം ഊർജിതമാക്കിയതായും പാഴ്സൽ അയച്ച ആളെക്കുറിച്ച് വിവരങ്ങൾ അറിയുന്നതിനും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടുപിടിക്കുന്നതിനും പാറ്റ്നയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തിരിക്കുമെന്നും തൃശൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി രാജേഷ് പറഞ്ഞു. നമുക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നമ്മൾ സൂക്ഷ്മമായി ഇത് നിരീക്ഷിക്കുകയും ട്രെയിനിൽ പാഴ്സലായിട്ട് കടത്തിക്കൊണ്ടുവന്ന് 370 കിലോഗ്രാം ഗഞ്ചാവും ഗഞ്ചാവിൻ്റെ പൊടിയുമാണ് എക്സൈസ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രതികൾ ആരാണെന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നു വരികയാണ്. പാഴ്സൽ വേബിലെടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് ആരാണ് അയച്ചതെന്നും ആ പാഴ്സൽ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചത്. ഇത് നമ്മളുടെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പാറ്റ്നയിൽ നിന്നും ഭുവനേശ്വറിലേക്ക് കൊണ്ടുവരികയും അവിടെ അത് ഇറക്കാൻ പറ്റാതെ എറണാകുളത്തെത്തി തിരിച്ചു വീണ്ടും അത് ആ പ്രദേശത്തേക്ക് പോകുന്നതിനിടയിലാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. അങ്ങനെ എക്സൈസ് കമ്മീഷണർ ഋഷായ് സിംഗ് സാറിൻ്റെ നിർദ്ദേശപ്രകാരം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സുമായിട്ടുള്ള സംയുക്ത പരിശോധനയിലാണ് നമുക്കത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പാറ്റ്ന എറണാകുളം എക്സ്പ്രസിൽ അയച്ച കഞ്ചാവ് ഭുവനേശ്വറിൽ ഇറക്കുന്നതിന് സാധിക്കാത്തതിനാൽ ഇവിടെ എത്തപ്പെട്ടു എന്നാണ് പ്രാഥമികമായുള്ള അന്വേഷണത്തിൽ കരുതുന്നത്. കൂടുതൽ അന്വേഷണം ആരംഭിച്ചതായും പ്രതികളെ പിടികൂടുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു. അടുത്ത കാലത്തുണ്ടായ കേരളത്തിലെ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണിത്. പിടിച്ചെടുത്ത കഞ്ചാവിന് 1.5 കോടിയിലേറെ രൂപ വില വരുമെന്നാണ് കരുതുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ എസ് ഷിജുവിന്റെ നേതൃത്വത്തിലുള്ളവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. TCV തൃശൂർ. മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ പുതുക്കാട് ക്യാമ്പ് ഓഫീസിൽ മോഷണശ്രമം. കെട്ടിടത്തിന്റെ ഓടുകൾ പൊളിച്ചാണ് മോഷണശ്രമം നടന്നിരിക്കുന്നത്. ഓഫീസിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫയലുകളും രേഖകളും വലിച്ചെറിഞ്ഞ നിലയിലാണ്. രാവിലെ കെട്ടിട ഉടമയാണ് മോഷണവിവരം ആദ്യം അറിയുന്നത്. വീടിന്റെ പുറകുവശത്തെ സ്റ്റോർ റൂമിൽ നിന്നും ഗോവണി കൊണ്ടുവന്നാണ് ഓട് പൊളിച്ചിരിക്കുന്നത്. വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. റൂറൽ SP KP വിജയകുമാരൻ, ചാലക്കുടി DYSP K ലാൽജി എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. തൃശൂരിൽ നിന്ന് ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അകത്ത് കടന്ന പോലീസ് നായ ഓഫീസിന്റെ പുറകിലൂടെ പോയി മുൻപിലുള്ള ബസ് സ്റ്റോപ്പിലാണ് വന്നു നിന്നത്. തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സംഭവം അറിഞ്ഞ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, CPM കൊടകര ഏരിയ സെക്രട്ടറി TA രാമകൃഷ്ണൻ എന്നിവർ സ്ഥലത്തെത്തി. ജനവിധി 2019. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പരാജയം ഉറപ്പിച്ച ഇടതുപക്ഷം CPMന്റെ നേതൃത്വത്തിൽ വ്യാപകമായ അക്രമം അഴിച്ചുവിടുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ്. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ
മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു നാഗേഷ്. തെരഞ്ഞെടുപ്പ് സമാധാനപരമായി പൂർത്തീകരിക്കാൻ കേന്ദ്രസേനയെ നിയോഗിക്കണമെന്നും കണ്ണൂർ മോഡലിൽ പട്ടാപ്പകൽ പരസ്യമായി വെല്ലുവിളി നടത്തിയാണ് CPM പ്രവർത്തകർ NDA ഓഫീസുകൾക്കും പ്രവർത്തകർക്കും നേരെ ആക്രമണം നടത്തുന്നതെന്നും നാഗേഷ് ആരോപിച്ചു. പ്രസംഗിക്കാത്ത കാര്യത്തിന് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയോട് സ്വമേധയാ വിശദീകരണം ആവശ്യപ്പെട്ട ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ ഈ ആക്രമണങ്ങൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇതിനു പിന്നിൽ ഭരണകൂട ഒത്താശയുണ്ടെന്നും നേതൃത്വവുമായി ആലോചിച്ച് കമ്മീഷൻ അടക്കം പരാതി നൽകുമെന്നും നാഗേഷ് പറഞ്ഞു. സുരേഷ് ഗോപി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി വന്ന് ആ സ്ഥാനാർത്ഥി നടത്താത്ത പ്രസംഗത്തിൻ്റെ പേരിൽ ഒരാൾ പോലും പരാതി കൊടുക്കാത്ത സമയത്ത് വിശദീകരണം ചോദിക്കാൻ തയ്യാറായ ഭരണകൂടം ഇത്രയും അക്രമം നടക്കുന്ന സമയത്ത് അത് മുഖവിലക്കെടുക്കാൻ തയ്യാറായിട്ടില്ല. ഇത് ഭരണകൂടത്തിനുമായി ഒത്താശയുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകളുമായി ആലോചിച്ച് പരാതി നൽകാനും അതോടൊപ്പം ജില്ലയിൽ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, അതുപോലെ വോട്ടെടുപ്പ്, അതുപോലെ കൗണ്ടിംഗ് നടക്കണമെങ്കിൽ കേന്ദ്ര സേനയെ ഇറക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. സമാധാനം ആഗ്രഹിക്കുന്ന തങ്ങൾക്ക് വേണ്ടി ജനം വോട്ടെടുപ്പിലൂടെ ഇവർക്ക് മറുപടി നൽകുമെന്നും നാഗേഷ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം മുക്കാട്ടുകരയിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഒരു സംഘം തകർത്തിരുന്നു. TCV തൃശൂർ. തന്റെ മനസാക്ഷിക്ക് ചങ്ങലയിടാൻ ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണെന്ന് തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. സുരേഷ് ഗോപി ഗുരുവായൂർ കേശവന്റെയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെയും മണ്ണിൽ തൃശൂരിന്റെ നെറ്റിപ്പട്ടം ജനം ചാർത്തി നൽകിയാൽ 5 വർഷം കൊമ്പനെ പോലെ തൃശൂരിൽ തന്നെ ഉണ്ടാകും. ആരും തന്റെ ശത്രുക്കളാകാൻ ശ്രമിക്കരുതെന്ന താക്കീതോടെയാണ് സുരേഷ് ഗോപി പ്രസംഗം അവസാനിപ്പിച്ചത്. പിണറായിയുടെ സ്കൂളിൽ നിന്നും ചരിത്രം പഠിക്കേണ്ട ഗതികേട് അമിത്ഷായ്ക്കും BJPക്കുമില്ലെന്ന് BJP നേതാവ് MT രമേശ് പറഞ്ഞു. ശബരിമലയെക്കുറിച്ച് പറയരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് നിലപാടെടുപ്പിച്ചതും LDF സർക്കാരാണെന്ന് MT രമേശ് ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന VVPAT മെഷീൻ വോട്ടർമാർക്ക് പരിചയപ്പെടുത്താനായി ചാവക്കാട് താലൂക്ക് ഓഫീസിന് സമീപം സജ്ജമാക്കിയ മാതൃകാ ബൂത്ത് ശ്രദ്ധേയമാകുന്നു. തെങ്ങോലയും പനയോലയും ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കിയ ഒരു ഓലമേഞ്ഞ കൊച്ചുകൂര, പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന കമ്പിറാന്തൽ, കുടിക്കാൻ മൺകൂജയിൽ വെള്ളം, ഒലീവിലയും പനയോലയും ചെടിച്ചട്ടികളുമായി മനോഹരമാക്കിയിരിക്കുന്ന കൂരയ്ക്കകത്ത് ലോകത്തിലെ ഏറ്റവും സുശക്തവും ബൃഹത്തുമായ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പ് മാതൃകാ ബൂത്താണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ജില്ലയിലെ ആദ്യത്തെ ഹരിത മാതൃകാ ബൂത്താണിത്. തികച്ചും ഇക്കോ ഫ്രണ്ട്ലി ആയാണ് ഹരിത മാതൃകാ ബൂത്ത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടേക്ക് പ്ലാസ്റ്റിക്കിനും പ്രവേശനമില്ല. ഈ തവണത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഹരിത തെരഞ്ഞെടുപ്പായി നടത്തണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. കൂടാതെ ഹൈക്കോടതിയുടെ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശവും വന്നു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാവക്കാട് താലൂക്ക് ഓഫീസിൽ ഒരു ഹരിത പോളിംഗ് ബൂത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. VVPAT മെഷീനിൽ പ്രതീകാത്മകമായി ആദ്യ വോട്ട് രേഖപ്പെടുത്തി ജില്ലാ കളക്ടർ TV അനുപമ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥികളുടെ പേരില്ലാതെ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലാണ് മെഷീൻ ഒരുക്കിയിട്ടുള്ളത്. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ S വിജയൻ, സബ് ട്രഷറി ഓഫീസർ N താഹിറ എന്നിവരും മാതൃകാ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തി. രാവിലെ 10 മുതൽ രാത്രി 10 വരെ പ്രവർത്തിക്കുന്ന ബൂത്തിൽ നിന്ന് പൊതുജനങ്ങൾക്ക് വോട്ട് ചെയ്യാം. പ്രിസൈഡിംഗ് ഓഫീസർ മുതൽ തേർഡ് പോളിംഗ് ഓഫീസർ വരെയുള്ള ജീവനക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യവും മാതൃകാ ബൂത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സമയവും ഒരാളെങ്കിലും ബൂത്തിലുണ്ടാകും. തെരഞ്ഞെടുപ്പ് ദിവസമായ 23 വരെ ബൂത്ത് പ്രവർത്തിക്കും. TCV ചാവക്കാട്. ഇടവേള. നിൻ സ്നേഹം ഞാനെന്നും പറയാതറിഞ്ഞതും ഉള്ളം പോലും വാചാലമാകും ഈ നിമിഷം. ഇത് അച്ഛന്റെ സെലക്ഷനാണ്. കേൾക്കുന്നു ഞാൻ
ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തകളിലേക്ക്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ചാലിശ്ശേരിയിൽ ഒരുക്കുന്നത് വൻ സുരക്ഷാ ക്രമീകരണം. ബുധനാഴ്ച വൈകിട്ട് ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് മൈതാനത്താണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം. രാഹുലിന്റെ വരവിനോടനുബന്ധിച്ച് മൈതാനത്തെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ ഉദ്യോഗസ്ഥർ വിലയിരുത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥർ മൈതാനത്തിന് ചുറ്റും ബാരിക്കേഡുകൾ ഉയർത്തി. മൈതാനത്തിന് സമീപമുള്ള കെട്ടിടത്തിന് മുകളിൽ ക്യാമറ നിരീക്ഷണമൊരുക്കി. ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയ്ക്ക് ശേഷം ട്രയൽ റൺ നടത്തി. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ പട്ടാമ്പി, കൂറ്റനാട്, പെരുമ്പിലാവ്, കുന്നംകുളം പാതയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. TCVയുടെ തെരഞ്ഞെടുപ്പ് സംവാദമായ പോരാട്ടം ബുധനാഴ്ച വൈകിട്ട് 4:30 തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ തെക്കേ ഗോപുരനടയിൽ നടക്കും. സംവാദം TCV തത്സമയം സംപ്രേഷണം ചെയ്യും. പ്രമുഖ രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിച്ച് ബാബു എം പാലശ്ശേരി, ജോസ് വള്ളൂർ, ഷാജിമോൻ വട്ടേക്കാട് എന്നിവർ പങ്കെടുക്കും. KA3യുടെ ആഭിമുഖ്യത്തിൽ പരസ്യരംഗത്ത് 18 വർഷമായി 1ാം സ്ഥാനത്ത് തുടരുന്ന വളപ്പില കമ്മ്യൂണിക്കേഷൻസിന്റെ സാരഥികളെ തൃശൂരിൽ ആദരിച്ചു. തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് K. പ്രഭാത് ഉദ്ഘാടനം ചെയ്തു. KA3A ജില്ലാ പ്രസിഡന്റ് ദേവൻ നായർ അധ്യക്ഷനായിരുന്നു. വളപ്പില കമ്മ്യൂണിക്കേഷൻ സാരഥികളായ ജെയിംസ് വളപ്പില, ജോൺസ് വളപ്പില എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. K3A സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ, ജില്ലാ സെക്രട്ടറി PM മുകുന്ദൻ, TB ബിജു എന്നിവർ സംസാരിച്ചു. കാലവർഷം തകർത്തെറിഞ്ഞ വീട്ടിൽ പ്രാണഭീതിയോടെ ദമ്പതികൾ. വീടിന്റെ അറ്റകുറ്റപ്പണികളെങ്കിലും ചെയ്ത് തന്ന് തങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അന്തിക്കാട് പടിയം സ്വദേശി കൃഷ്ണനും ഭാര്യയും. ഏതു സമയത്തും തകർന്നു വീണേക്കാവുന്ന ഓടിട്ട വീട്ടിൽ പ്രാണഭയത്തോടെയാണ് ചെറുവത്തേരി വീട്ടിൽ കൃഷ്ണനും ഭാര്യ ഗൗരിയും താമസിക്കുന്നത്. പ്രളയകാലത്തുണ്ടായ കാലവർഷക്കെടുതിയിലാണ് കൃഷ്ണന്റെ വീട് തകർന്നത്. കാലവർഷക്കെടുതിയിൽപ്പെട്ടവർക്കെല്ലാം സഹായധനം എത്തിയപ്പോൾ തനിക്ക് മാത്രം ഒന്നും ലഭിച്ചില്ലെന്ന് ഇവർ പറഞ്ഞു. പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും നാശനഷ്ട കണക്കുകൾ ശേഖരിച്ചു കൊണ്ടുപോയെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ നിരത്തി തങ്ങളെ ഒഴിവാക്കിയതായാണ് പരാതി. വീട് വീണതിന് ശേഷം പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ ശരിയാക്കി തരുന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നീങ്ങി. പക്ഷെ ഒരു കാര്യം ഈ നേരം വരെ നമുക്ക് സഹായിച്ചില്ല. കളക്ടർ കാണണം, മറ്റേത് മറിച്ചെന്ന് പറഞ്ഞിട്ട് 2 പ്രാവശ്യം കളക്ടറെ വിളിച്ചു. കളക്ടർ എന്താണെന്ന് വെച്ചാൽ നോട്ടീസ് തന്നു. വില്ലേജിൽ നിന്ന് നോട്ടീസായിട്ട് ബന്ധപ്പെട്ട് ചെന്ന് സംസാരിച്ചിട്ട് നോക്കിയപ്പോഴും അടുത്ത് ശരിയാവും എന്നുള്ളതല്ലാണ്ട് വേറെ ഒരു മറുപടിയും കിട്ടിയില്ല. വാർദ്ധക്യ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഇവർക്ക് വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഓടിട്ട വീടിന്റെ 1/4 ഭാഗവും മഴയിലും കാറ്റിലും തകർന്നു. അടുക്കളയും മുറികളും തുടങ്ങി ഭൂരിഭാഗവും നിലം പൊത്തിയ നിലയിലാണ്. ഉള്ള 2 മുറികളിലായി തിങ്ങിഞ്ഞെരുങ്ങിയാണ് ഇവരുടെ താമസം. ഇനിയൊരു ശക്തമായ മഴയെ താങ്ങാനുള്ള കരുത്ത് ഇവരുടെ വീടിനില്ല. ആദ്യ ഭാര്യയിലുണ്ടായ മകളുടെ പേരിലാണ് ഇവരുടെ സ്ഥലം എന്നതിനാൽ ഇവർക്ക് ആനുകൂല്യം നൽകാനാകില്ല എന്നതാണ് പഞ്ചായത്ത് നിലപാട്. അതേസമയം കൃഷ്ണനും അദ്ദേഹത്തിന്റെ മകളും തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയാണ് ധനസഹായം അനുവദിക്കാൻ കാലതാമസം എടുത്തതെന്ന് വാർഡ് മെമ്പർ സുമാ സന്തോഷ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം നാട്ടുകാരിൽ നിന്നും പിരിവിട്ട് വീട് വാസയോഗ്യമാക്കാനാണ് പദ്ധതിയെന്നും മെമ്പർ പറഞ്ഞു. TCV ന്യൂസ്, അന്തിക്കാട്. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാടാനപ്പള്ളിയിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വീട്ടമ്മയുടെ മാല കവരാൻ ശ്രമിച്ച തമിഴ് യുവതിയെ വീട്ടമ്മയും പോലീസും ചേർന്ന് പിടികൂടി. തമിഴ്നാട് സ്വദേശി മരിയയാണ് പിടിയിലായത്. വാടാനപ്പള്ളി സ്വദേശി കാഞ്ചനയുടെ 5 പവൻ തൂക്കമുള്ള മാലയാണ് കവരാൻ ശ്രമിച്ചത്. മാല പൊട്ടിക്കാൻ ശ്രമിച്ച യുവതിയെ തടഞ്ഞു നിർത്തിയ വീട്ടമ്മ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവതിയെ ചാവക്കാട് കോടതി റിമാൻഡ് ചെയ്തു. കടുത്ത വേനലിൽ തളിരിലകൾ വാടുമ്പോൾ അശോകത്തിനിത് പൂക്കാലം. തെരുവോരങ്ങളിൽ തണലും ചുവന്ന പരവതാനിയും വിരിക്കുന്ന അശോകമരങ്ങൾ വരണ്ട കാലാവസ്ഥയിലും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായി മാറുകയാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് നവാസ് പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്.
വീണ്ടും പ്രധാന വാർത്തകൾ. ശബരിമല വിഷയത്തിൽ വിധി നടപ്പാക്കാൻ കേരള സർക്കാർ തിടുക്കം കാണിച്ചതായി BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് ഭരണഘടനാ സംരക്ഷണം നൽകുമെന്നും അമിത്ഷാ. കേരളത്തിൽ കോലീബി സഖ്യത്തിൽ മുഖ്യ വക്താക്കളായി രാഹുൽ ഗാന്ധിയും മോദിയും മാറിയതായി LDF കൺവീനർ A. വിജയരാഘവൻ. LDFനെ ദുർബലപ്പെടുത്താൻ BJPയും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കിയതായും വിജയരാഘവൻ. പതിനഞ്ച് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ രക്ഷിക്കാൻ വഴിയൊരുക്കി നാട്. മംഗലാപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 400 കിലോമീറ്റർ പിന്നിട്ടത് 5.5 മണിക്കൂറിൽ. ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. ഇരിങ്ങാലക്കുടയിൽ അമ്മയെ മകൻ തീവെച്ച് കൊലപ്പെടുത്താൻ ശ്രമം. മകൻ വിഷ്ണു പോലീസ് കസ്റ്റഡിയിൽ. വടക്കേപ്പുള്ളിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. പുള്ള് പാണപ്പറമ്പിൽ സോഹൻലാലാണ് മരിച്ചത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനിൽ UDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് വലിപ്പക്കുറവെന്ന് ആക്ഷേപം. UDF നേതൃത്വം കളക്ടർക്ക് പരാതി നൽകി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ചുങ്കത് പാലസ്, നമ്മുടെ പാലസ് റോഡിൽ തന്നെ. ഉദ്ഘാടനം ഏപ്രിൽ 17-ന് മലയാളത്തിന്റെ താരരാജകുമാരൻ ദുൽഖർ സൽമാൻ നിർവഹിക്കുന്നു. വിവാഹോത്സവം. ഇനി ഷോപ്പിംഗ് സന്തോഷങ്ങൾക്ക് ഇരട്ടി മധുരമേകൂ വിവാഹോത്സവത്തിനൊപ്പം.